അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പറഞ്ഞു തരാനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, നമുക്ക് അള്ളാഹുവിനോട് എന്തെങ്കിലും നേരിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഈ ദിക്ർ അങ്ങോട്ട് പറഞ്ഞിട്ട് ചോദിച്ചാൽ നിന്റെ ദുആക്ക് ഇജാബത്ത് ലഭിക്കും. ഇജാബത്ത് ലഭിക്കുമെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മുത്തു നബിയായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമുക്ക് ജോലി വേണോ, അതായത് കടം മാറണോ, അതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ അലട്ടുന്ന പ്രശ്നങ്ങൾ, മക്കളുടെ കല്യാണം നടക്കണോ, അതുപോലെ വീട് വേണോ, നിന്റെ പ്രയാസം മാറണോ, അതിനൊക്കെ ഒരു പറ്റിയ ഒരു മരുന്നാണ്. അതായത് ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ദിക്റാണ്. ദിക്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ദിക്ർ അങ്ങോട്ട് പറഞ്ഞാൽ മതി. എത്ര തവണയാണ് പറയേണ്ടത്? 313 തവണയാണ് ചൊല്ലേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ദിക്ർ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്തോളീ, എന്നാൽ നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ദിക്ർ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞു തരുന്നത് നമ്മുടെ മുത്തുനബിയാണ്. ഈ അറിവ് നമ്മൾക്ക് ഉപകാരപ്പെടും വിധം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും അത്രയധികം ആ ദിക്റിന് പ്രാധാന്യമുള്ളത് കൊണ്ടുമാണ് പറയുന്നത്. ദിക്ർ ഏതാണ്? യാ ഹയ്യു യാ ഖയ്യൂമു എന്ന ദിക്റാണ്. നമ്മൾ ദുആ ചെയ്യുന്ന നേരങ്ങളിൽ, ഏത് നേരങ്ങളിലാണോ ദുആ ചെയ്യുന്നത്, ആ സമയങ്ങളിൽ യാ ഹയ്യു യാ ഖയ്യൂമു എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ദുആയിൽ ഈ ദിക്റുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ദുആ എന്താണോ അത് പറയുക. അതായത് ദിവസവും 313 തവണ ചൊല്ലാം. 313 തവണ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം റബ്ബിനോട് സമർപ്പിക്കുക. നീ ഈ വീടിന്റെ അകത്ത് പോയി ഇരുന്ന് ദുആ ചെയ്യും. നിന്റെ ദുആക്ക് ഉത്തരമുണ്ട്. അള്ളാഹു ഈമാൻ പെരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ആവശ്യം എന്താണോ അത് അറിയിക്കുക. ഈ വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ, വളരെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഞാനിതിൽ ഉപകാരത്തോടെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാം. ചെറിയ ചെറിയ അറിവുകളാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അത് കയറി കാണുക. ഇവിടെ വീഡിയോസിന്റെ കുറച്ച് തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഏതെങ്കിലും ഒന്ന് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, പഠിക്കണം, അറിയണം എന്ന ഇൽമിനെ കുറിച്ച് പഠിക്കണം എന്ന താല്പര്യമുള്ളവർ ചാനൽ കയറി കാണുക. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഇൻഷാ അല്ലാഹ്. അതുപോലെ ദുആക്ക് ഉത്തരം ലഭിക്കാതെ വിഷമിക്കുന്ന ഒരുപാട് പേർ മെസ്സേജ് ചെയ്ത് കാണാറുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ദിക്റിനെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. അത് എന്താണോ കാര്യം അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ദിക്റിനെ 313 തവണ ചൊല്ലുക. എന്നിട്ട് ആവശ്യം നമ്മുടെ റബ്ബിനോട് സമർപ്പിക്കുക. കരഞ്ഞുകൊണ്ട്, അത്യധികം കരഞ്ഞുകൊണ്ട്, ഭയഭക്തിയോടെയും അള്ളാഹുവിന് മുമ്പിൽ കാര്യങ്ങൾ സമർപ്പിക്കുക. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ ആരുമില്ല. നമ്മുടെ ദുആ കേൾക്കുന്നവനും നമ്മുടെ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നവനും അവനാണ്. അള്ളാഹു ഏകനാണ്. നമ്മുടെ ദുആ ഇപ്പോഴായാലും നമ്മുടെ ദുആ സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി നമ്മൾ എന്താ ചെയ്യുക? ദുആ ചെയ്യുക. ദുആ തുടർന്നുകൊണ്ടിരിക്കുക. ദുആ എത്രത്തോളം തുടരുന്നുവോ അത്രത്തോളം പ്രാധാന്യം നമുക്ക് ആ ദുആയ്ക്ക് കിട്ടുമെന്നാണ് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വേണമെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ ദുആ സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിച്ചാൽ മതി, അങ്ങനെ ഒരു മനോഭാവം മാറ്റിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ ദുആ ഇൻഷാ അല്ലാഹ് റബ്ബ് സ്വീകരിക്കുക തന്നെ ചെയ്യും. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോസ് ചാനലിൽ കയറി കാണുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.